കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പൊതുജനം കൽപ്പിച്ച് നൽകിയ ഒരു പേരുണ്ട്, മാപ്രകൾ. എന്തുകൊണ്ടാണ് ആ വാക്ക് മാധ്യമ പ്രവർത്തകരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഏത് വാർത്തയാണ് നൽകേണ്ടതെന്നും ഏത് വാർത്തയാണ് കൃത്യമായി മുക്കേണ്ടതെന്നും നന്നായി അറിയുന്നവർ തന്നെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. അങ്ങനെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ മാറ്റിപ്പിടിച്ച 3 പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനെ കുറിച്ചുള്ളതാണ്. മാത്യു കുഴൽനാടൻ 50 സെന്റ് പുറമ്പോക്ക് ഭൂമി ചിന്നക്കനാലിൽ കയ്യേറി മതിൽ കെട്ടി അവിടെ ഒരു റിസോർട്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ഇവിടെ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്ന്, പുറമ്പോക്ക് ഭൂമി 50 സെന്റ് കയ്യേറിയിട്ടുണ്ട് എന്ന് റവന്യൂ വകുപ്പ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയുണ്ടായി. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം ഇത് വാർത്തയാക്കി. പകരം മാത്യു കുഴൽനാടന്റെ സ്ഥാനത്ത് ഒരു CPM MLA ആയിരുന്നെങ്കിലോ കേരളത്തിലെ ആദ്യത്തെ ഭൂമി കയ്യേറ്റം എന്ന നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയാണ്, അവരിത് വലിയ ചർച്ചയാക്കിയാണ്. പക്ഷെ ഇതൊന്നും ഇവിടെ സംഭവിച്ചില്ല. മാത്യു കുഴൽനാടന്റെ കയ്യേറ്റം ഒരു വാർത്തയെ അല്ലാതായി മാറി കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. കേരളത്തിലെ പത്രങ്ങളോ കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളോ ഇത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നൽകിയില്ല എന്നത് അവരുടെ വിളിപ്പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ വാർത്ത, അത് മറ്റൊരു കോൺഗ്രസ് MLA കുറിച്ചുള്ളതാണ്. കെ ബാബുവിൻ്റെ 22 ലക്ഷം രൂപയോളം മൂല്യം വരുന്ന അനധികൃത സ്വത്തുക്കളാണ് ED കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതെങ്കിലും CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും കുരുക്കുമുറുകുന്നു എന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടിയേക്കുമെന്നുമൊക്കെ ബ്രേക്കിംഗ് നൽകുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ED ഒരു കോൺഗ്രസ് MLAയുടെ അനധികൃത സ്വത്ത്, അതായത് തെറ്റായ വഴികളിലൂടെ സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടിയിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല. പകരം ഈ സ്ഥാനത്തും ഒരു MLA CPMൻ്റെതായിരുന്നുവെങ്കിലോ കേരളത്തിലെ മാധ്യമങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വീരകഥകൾ ലക്കമായി പ്രസിദ്ധീകരിച്ചേനെ. കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ എന്നും CPM എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ CPMനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ അത് ആഘോഷമാക്കുകയും അത് വലിയ ചർച്ചാ വിഷയമാക്കുകയും, എന്നാൽ കോൺഗ്രസ് MLAമാരുടെ സ്വത്തുക്കൾ പോലും, അനധികൃത സ്വത്തുക്കൾ ED കണ്ടുകെട്ടുമ്പോൾ അതുപോലും വാർത്തയാക്കാത്ത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടും ആ വിളിപ്പേര് അന്വർത്ഥമാണ്. ഇനി മൂന്നാമത്തെ സംഭവം, കേരള നിയമസഭയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ആയ PV അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ 150 കോടി രൂപയുടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ആക്ഷേപങ്ങളും മുൻ പേജിൽ ഹെഡ്ലൈൻ നിരത്തുന്ന കേരളത്തിലെ പത്രങ്ങളോ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോ ഈ വാർത്ത കണ്ടതായി പോലും നടിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് സഭയിൽ 2 ഇംഗ്ലീഷും മലയാളവും കൂട്ടിച്ചേർത്ത ഭാഷയിൽ ഒരു മറുപടി പറഞ്ഞു എന്നല്ലാതെ ഈ ആരോപണത്തെ പൂർണ്ണമായും നിഷേധിക്കാനോ തള്ളിപ്പറയാനോ പോലും തയ്യാറായിട്ടില്ല. എന്നിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയാണ്. കേരളത്തിലെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ് ഈ റിപ്പോർട്ടിംഗ് രീതിയിൽ നിന്നും വ്യക്തമാകുന്നത്. CPM പ്രതിസ്ഥാനത്ത് വരുന്ന വാർത്തകൾ നിങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നൽകരുത് എന്നല്ല, പക്ഷേ കോൺഗ്രസും BJPയും പ്രതിസ്ഥാനത്ത് വരുന്ന വാർത്തകൾക്ക് അതേ പ്രാധാന്യം ലഭിക്കാതെ വരുന്നതാണ് വിമർശനത്തിന് വിധേയമാകുന്നത്. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നമ്മളിത് ആദ്യമായല്ല കാണുന്നത്. അവർ വ്യാജ വാർത്തകൾ നൽകാനും അതിവിദഗ്ധരാണ്. കേരളം അത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം 2 എണ്ണമാണ്. ഒന്ന്, നവകേരള ബസ്. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കാൻ പോകുന്ന ബസ് പുറത്തിറങ്ങും മുമ്പ് എന്തൊക്കെ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. ആ ബസ്സിൽ മുഖ്യമന്ത്രിക്ക് കറങ്ങുന്ന കസേരയുണ്ട്, ക്യാബിനറ്റ് യോഗം കൂടാൻ റൂമുണ്ട്, കിച്ചനുണ്ട്, അങ്ങനെ എന്തൊക്കെ പ്രചരണങ്ങൾ. അവസാനം ബസ് വന്നപ്പോൾ ഇതെല്ലാം വെറും വ്യാജ വാർത്തകളാണ് എന്ന് തെളിഞ്ഞു. പക്ഷേ ചില മാധ്യമങ്ങൾ ഒരു ഓരത്തിൽ തിരുത്ത് നൽകി കൈയൊഴിഞ്ഞു. ബാക്കി മാധ്യമങ്ങൾ ആ വാർത്തകൾ പിൻവലിക്കാൻ പോലും തയ്യാറായില്ല. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത
ഓരോ ദിവസവും ചോർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാധ്യമധർമ്മം തന്നെ മറന്നുകൊണ്ടുള്ളവരുടെ മാധ്യമ പ്രവർത്തനം ഏറെ വിമർശനങ്ങളും വിളിച്ചു വയ്ക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളിൽ കാതലായൊരു മാറ്റമൊന്നും ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല.